ഇയാനി ക്രിയേഷൻസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ ഒരു ടോപ്പ് അല്ലെങ്കിൽ ഒരു കുർത്തി അല്ലെങ്കിൽ ഒരു ചുരിദാർ എന്തോ ആയിക്കോട്ടെ, നമുക്കതിൽ ഒരു നെക്ക് ഡിസൈൻ ചെയ്യണം. അപ്പോൾ നല്ല സേഫ് ആയിരിക്കാൻ, അതായത് നമ്മൾ ലേഡീസ് ഇപ്പോൾ എവിടെയെങ്കിലും ജോലിക്കോ അല്ലെങ്കിൽ പഠിക്കുവാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ നമുക്കെപ്പോഴും കുമ്പിടുമ്പോഴൊക്കെ ചില ഒരു ബുദ്ധിമുട്ട് വരും. കാരണം നമ്മൾ നല്ല വൈഡൊക്കെ ആയിട്ടായിരിക്കും നെക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുക. ചിലപ്പോൾ നമ്മൾക്ക് ഷോൾ ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സേഫ് ആയിട്ട് എങ്ങനെ ഒരു കുർത്തിയിൽ അല്ലെങ്കിൽ ചുരിദാറിൽ അല്ലെങ്കിൽ എന്തിൽ വേണമെങ്കിലും ഒരു അടിപൊളി സേഫ് നെക്ക് എങ്ങനെ കട്ട് ചെയ്യാം, സ്റ്റിച്ച് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട്, അപ്പോൾ നിങ്ങൾ കുറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇതാ ഇപ്പോൾ തന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയില്ലേ, അതിൻ്റെ തൊട്ട് താഴെ റെഡ് നിറത്തിൽ സബ്സ്ക്രൈബ് എന്നെഴുതിയിട്ടുണ്ടാവും. അതിലൊന്ന് ഇപ്പം തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിലൊന്ന് ഇപ്പം തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നാൽ മാത്രമല്ലേ എല്ലാ ദിവസവും ഇതുപോലത്തെ നല്ല വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണുവാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഞാനപ്പോൾ ഇവിടെ ഓൾറെഡി ടോപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇത്രയും പേര് എനിക്കിങ്ങനെ ചേച്ചി ഇതാ നെക്കിൽ സിബ് വെച്ച നൈറ്റിയുടെ തുണിയല്ലേ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും പേര് എനിക്ക് എന്താ പറയുക, ഞാൻ വളരെ എക്സൈറ്റഡ് ആയിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞെട്ടിക്കണം. ഈ തുണിയും ഞാൻ ഇതിക്ക് മുൻപ് കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ. എന്താണെന്ന് പറയട്ടെ, നോക്കട്ടെ എത്ര പേർക്ക് നല്ല ഓർമ്മയും നല്ല ബുദ്ധിശക്തിയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് നെക്ക് കട്ട് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ടോപ്പിൻ്റെ കട്ടിങ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിലേക്ക് ഒന്ന് കയറി നോക്കുക. അതിൽ ഒത്തിരി വീഡിയോസ്, മില്യൺ വ്യൂസ് ഉള്ള വീഡിയോസാണ് നമ്മുടെ ചുരിദാർ ടോപ്പ് കട്ടിങ്ങിലൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ട് നിങ്ങൾ കട്ടിങ്ങൊക്കെ പഠിക്കുക. അപ്പോൾ ലൈവിൻ്റെ കാര്യം ആരും മറക്കേണ്ട, ഞായറാഴ്ച 4 മണിക്ക്. പിന്നെ ഉണ്ടല്ലോ, കുറേ പേരിന് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എന്നാ ലൈവ് വന്നേ, നാളെയാണോ? അതെ, വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണോണ്ടാ. ഞാൻ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ടും വളരെ കാര്യമായിട്ടല്ലേ എല്ലാ കാര്യം പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ഇച്ചിരി നേരം ഒന്ന് പണിയൊക്കെ കഴിയുമ്പോൾ ഒന്ന് മാറ്റി വെച്ചൊന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ നെക്ക്, അപ്പോൾ നമ്മുടെ നെക്ക് സേഫ് ആയിട്ടുള്ള നെക്കാണ്. അപ്പോൾ നമുക്കിതിൽ ബോട്ട് നെക്ക് ചെയ്യാം. ബോട്ട് നെക്കല്ലേ സേഫ്, അധികം ലെങ്ത് ഒക്കെ ഇറക്കിയില്ലെങ്കിൽ നമുക്ക് ബോട്ട് നെക്കാണ് എപ്പോഴും ലേഡീസിന് സേഫ്. അപ്പോൾ ബോട്ട് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3.5 ഇഞ്ച് വിട്ടുണ്ടല്ലോ, നമ്മൾ സാധാരണ 3 ഇഞ്ചാണ് ഞാൻ എടുക്കാറുള്ളത്. പക്ഷെ ബോട്ട് നെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടിയെടുക്കുക. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറയുക, ഒരു വട്ടക്കഴുത്തിൻ്റെ പോലത്തെ ഒരു ഷേപ്പ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ എടുക്കുന്ന നെക്കിനോട് ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് 3 ഇഞ്ച് മതി, അധികം അങ്ങോട്ട് നെക്ക് ലെങ്ത്ത് ഇറക്കണ്ട. അപ്പോൾ ഇവിടെയും 3.5 ഇഞ്ച് ഗ്യാപ്പ് ഇതുപോലെ ഇട്ടിട്ട് ഫസ്റ്റ് നമുക്കൊരു സ്ക്വയർ പോലെ വരച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ആം ഹോൾ കർവ് വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ബോട്ട് നെക്ക് നമുക്ക് ഡിസൈൻ ചെയ്യാം. അധികം അങ്ങോട്ട് വൈഡ് ചെയ്യാതെ ഇതുപോലത്തെ നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ഇതുപോലെ ബോട്ട് നെക്ക് ഈ ഷേപ്പിൽ വരച്ചെടുത്തു. എന്നിട്ട് നമുക്ക് താഴത്തേക്ക് ഒരു 2.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, 2.5 ഇഞ്ച് കറക്റ്റ്. ഇനി നമുക്ക് ഫസ്റ്റ് ഈ ബോട്ട് നെക്കില്ലേ, അതിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യാം. ബോട്ട് നെക്ക് ഫസ്റ്റ് കട്ട് ചെയ്തു. സെക്കൻഡ് നമ്മൾ ആ 2.5 ഇഞ്ച് ഇറക്കിയില്ലേ, അത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിലേ എന്ത് പറ്റും, നമ്മുടെ തല കയറില്ല. അപ്പോൾ നിങ്ങൾ ഈ കുർത്തി ചെയ്യുമ്പോൾ ബാക്ക് നെക്കും അധികം ഇറക്കണ്ട, ഒരു 3 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 2 ഇഞ്ച് ഇറക്കിയാൽ മതി. ഇത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമ്മുടെ തല എന്തായാലും ഇതിൻ്റെ അകത്ത് കൂടി കയറിക്കോളും. അപ്പോൾ നമുക്ക് ഈ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തുണി ഇതുപോലെ നിവർത്തിയിട്ടു. തുണിയുടെ നല്ല വശമാണ് നിവർത്തിയിട്ടിരിക്കുന്നത്. അതിന് മീതെ നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശം ഇതുപോലെ ഇങ്ങനെ ഒന്ന് നിവർത്തിയിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റ് തുണി ഇതുപോലെ വെച്ചിട്ടേ ഇതുപോലെ ഒന്ന് മുട്ടുസൂചി കുത്തി കൊടുത്തു. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഭാഗം നമുക്ക് കറക്റ്റ് ലെവൽ ഇതുപോലെ കിട്ടില്ല. അതിനുശേഷം നമുക്ക് 1/4 ഇഞ്ചിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം.
അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതാ ഇതുപോലെ, അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ പറ്റി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. സൂചി മാറ്റാം. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ സെൻറ്റർ ഇതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് അറ്റം ഇതുപോലെ കൊണ്ടുവന്ന് എത്തിക്കണം. എന്നിട്ട് ഇതിൻ്റെ നല്ല വശത്തേക്ക് ഈ നെക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മറിച്ചെടുക്കണം. എന്നിട്ട് കത്രിക ഇതുപോലെ വെക്കുക. എന്നിട്ട് ഈ മൂല കൊണ്ടൊന്ന് കുത്തിയെടുക്കണം. നമുക്ക് നല്ല വശത്ത് ഇതുപോലെ നെക്ക് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. ഇവിടെ എത്തുമ്പോൾ കറക്റ്റ് ആ തുണി ഉള്ളിലേക്കൊന്ന് മടക്കി ഇതുപോലെ വെക്കുക. അപ്പോൾ നമ്മുടെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു, കണ്ടില്ലേ? അത്യാവശ്യം നമ്മൾ ബോട്ട് നെക്കും ചെയ്തു, നടുക്കൊരു ഇതുപോലത്തെ ഒരു സ്ലിറ്റും കൊടുത്തു. ഇനി നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് അയൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ കുർത്തിയിട്ട് കഴിയുമല്ലോ, നല്ല ഒരു ഭംഗിയായിരിക്കും നെക്ക് കാണാൻ വേണ്ടിയിട്ട്. സേഫും ആയിരിക്കും, എന്നാൽ ഇപ്പോഴത്തെ മോഡേൺ നെക്കുമാണ്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബും ബെല്ലൈക്കണൊന്നും ആരും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.